നമസ്കാരം. അൻവർ കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അൻവറിന്റെ കോൺഗ്രസ് പ്രവേശം ഇനി ഒരു രീതിയിലും സാധ്യമാകില്ല എന്ന് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ അൻവറിനെ അനുനയിപ്പിക്കാൻ ഏകദേശം രാത്രി 11 മണിയോടെ അൻവറിന്റെ വീട്ടിലെത്തി അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പോലും വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശുമൊക്കെ പാതി അടച്ചിട്ട വാതിലുമായി അൻവറിനെ കാത്തിരിക്കുകയാണോ എന്ന് അവരുടെ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ അൻവറിനെ കാണാൻ പോയി ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിരിക്കുമെന്നാണ് ഇന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. എന്നാൽ വി.ഡി. സതീശനാകട്ടെ അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടം പോയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, ഒട്ടും ശരിയായ കാര്യമല്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്നാണ് വി.ഡി. സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇതേ പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. നിലവിലെ കോൺഗ്രസ് അധ്യക്ഷനും ഇതേ പ്രതികരണം നടത്തിയപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് മുൻ KPCC പ്രസിഡന്റ്. ഇതിനിടയിൽ BJPയും PV അൻവറും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി നടത്തിയപ്പോൾ ആകെ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും. വാതിലടച്ച് പുറത്താക്കിയ PV അൻവറിനെ അനുനയിപ്പിക്കാൻ നേതാക്കളുടെയോ കോൺഗ്രസ് അധ്യക്ഷന്റെയോ സമ്മതമില്ലാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വെട്ടിലായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കില്ല എന്ന പ്രഖ്യാപനമാണ് PV അൻവറിന് വിനയായത്. മറുഭാഗത്ത് CPMന്റെ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്വരാജിനെ മത്സരിപ്പിക്കാൻ CPM കാണിച്ച ധൈര്യം അത് അംഗീകരിച്ചേ മതിയാകൂ. എന്തു തന്നെയായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ കത്തിജ്വലിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമൊക്കെയായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.